ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ. തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഈശ്വരകൃപയും ശാന്തിയും സമാധാനവും ആയുരാരോഗ്യവും ഈ ലോക നന്മകളും എല്ലാ സർവ്വഗുണങ്ങളും സുഖങ്ങളും എല്ലാം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. ഇന്ന് ഞാൻ ഒരു കൊച്ച് 2-3-4 വരിക്കൊരു നാമം എഴുതിയതാണ്. 2 ദിവസമേ ആയുള്ളൂ. അത് കാണാതെ മനപ്പാടമൊന്നും ആയില്ല. എങ്കിലും അതെനിക്കിന്ന് ഇടണമെന്നങ്ങ് തോന്നി. അതിൻ്റെ സാരം എല്ലാവർക്കും അറിയാം. എന്താ വെച്ചാൽ അതിൻ്റെ യഥാർത്ഥത്തിൽ ഞാൻ ഭക്തമക്കൾ എങ്ങനെയാണ് ഭഗവാനെ കാണാൻ വേണ്ടി കൊതിക്കുമല്ലോ. പ്രത്യക്ഷമാകണേ എന്ന് കണ്ണനെ കണ്ടോ. അതായത് ഈ ഗോപസ്ത്രീകൾക്ക് അങ്ങനൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഒരാഴ്ച മുമ്പ് നമ്മൾ വായിച്ചതാണ്. കാരണം ഭഗവാൻ ഓടക്കുഴൽ ഊതി നാദം പുറപ്പെടുവിപ്പിച്ചപ്പോൾ എല്ലാ ഗോപസ്ത്രീകളും അവരവരുടെ വീടുകളിൽ നിന്ന് എന്താ ചെയ്തുകൊണ്ടിരുന്ന ജോലികളെല്ലാം വിഘ്നപ്പെടുത്തിയിട്ട് അത് പാല് അടുപ്പിലിരിപ്പുണ്ട് അത് ശരിക്കും നോക്കാതെയും, അതുപോലെ മറ്റ് സ്ത്രീകൾ ഭർത്താവിന് എന്തെങ്കിലും ചെയ്തുകൊണ്ട് ചായ ഇട്ട് കൊടുക്കുകയോ എന്തെങ്കിലും അവരുടെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പിന്നെ കുട്ടികൾക്ക് വേണ്ടെന്ന് ചെയ്തുകൊണ്ട് അങ്ങനെ ഓരോ വീടുകളിലെയും സ്ത്രീകൾ ഇതെല്ലാം ഇട്ടെറിഞ്ഞ് എന്നുവെച്ചാൽ ഇതെല്ലാം മതിമറന്ന് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രദ്ധ ഇല്ലാതെ ഭഗവാന്റെ ആ മുരളീനാഥം കേൾക്കുമ്പോൾ അങ്ങനെയാണ് സാധാരണ നമ്മൾ. കാരണം 100-90 പേരും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഭഗവാൻ അങ്ങനെയാണല്ലോ. ഭഗവാന്റെ ആ നാദം കേട്ടാൽ പിന്നെ ആകർഷണം അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് ഇവരെല്ലാം മതിമറന്ന് ഇതെല്ലാം ത്യജിച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് അവർ അവിടേക്ക് പോവുക ചെയ്തത്. അപ്പോൾ ഭഗവാൻ ചോദിക്കുന്നത്, എന്തേ നിങ്ങൾ ഈ സമയത്ത് എല്ലാവരും കൂടെ ഇങ്ങനെ വന്നത്? നിങ്ങൾ വീട്ടുകളിൽ പോകൂ, നിങ്ങൾ തിരക്ക് വരത്തില്ലേ? അപ്പോൾ അവർ പറഞ്ഞത്, അങ്ങനെ പറയല്ലേ, ഞങ്ങളെല്ലാം കളഞ്ഞിട്ടും ത്യജിച്ച് ഉപേക്ഷിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങി പോരുന്നത്. ഇനി ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല. ഞങ്ങൾക്ക് ഇവിടെ തന്നെ പറ്റുള്ളൂ. ഞങ്ങൾ അങ്ങനെ പോകാൻ പറയരുതേ, അങ്ങനെ വിഷമിപ്പിക്കരുതേ എന്നൊക്കെ അവർ വളരെ വളരെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഭഗവാനും അവരുടെ ഒത്ത് അവിടെ ആ വനക്രീഡ അവിടെ എല്ലാം നടന്ന് ഭഗവാനോടൊപ്പം ക്രീഡ ചെയ്ത് സന്തോഷിച്ച് ആനന്ദിച്ച് ഭഗവാനും കുഴലൊക്കെ ഊതി സന്തോഷമായിട്ടൊക്കെ ഇരുന്ന സമയത്ത് ഇവർക്ക് അല്പം ഉള്ളിൽ അഹങ്കാരം വന്നതുപോലെ ഭഗവാന് തോന്നി. എന്താ കാരണം? വശനായെന്ന് ഈ സ്ത്രീകൾക്ക് തോന്നി. കണ്ണൻ നമുക്ക് വശനായി. കാരണം നമുക്ക് ഇനിയിപ്പം നമ്മുടെ സുന്ദരത്വം കൊണ്ടോ നമ്മുടെ മഹിമ കൊണ്ടോ എന്തായാലും ഭഗവാൻ നമുക്ക് വശനായി എന്ന് ഇവർക്ക് തോന്നി. അല്പം അഹങ്കാരം വന്നപ്പോൾ ഭഗവാൻ ഇത് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ അപ്രത്യക്ഷമായി. നിന്ന നില തന്നെ കാണാതെ പോയി. അവർക്ക് കാണാൻ അപ്രത്യക്ഷമായി. അപ്പോഴവർക്ക് കണ്ണിനെ കിട്ടുമെന്നൊക്കെ വരുന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ ഭഗവാൻ വരാഞ്ഞപ്പോൾ അവർക്ക് പിന്നെ അത് വേദനയായി. അത്രത്തോളം വിഷമം കൂടി. പിന്നെ നിലവിളിയായി. പിന്നെ ഓരോരുത്തർ വനം തോറും കാടുകൾ തോറും അലഞ്ഞു തിരിഞ്ഞ് മാനിനോടും വൃക്ഷത്തിനോടും ചില്ലയോടും അതായത് വള്ളിയോടും എല്ലാം മൃഗങ്ങളോടും മാനിനോട് പിന്നെ വണ്ടുകളോട് പുഷ്പത്തിൽ തേൻ കുടിക്കാൻ വരുന്ന വണ്ടുകളോട് ഒക്കെ അങ്ങനെ ചോദിച്ച് വിഷമിച്ച് കരഞ്ഞ് നടന്നപ്പോൾ ഒരു സ്ത്രീ രാധയെ കണ്ടു കിട്ടി. എല്ലാവരും പല വഴിക്ക് തിരയുക. രാധ നീ കണ്ടോ കണ്ണനെ? എൻ്റെ അടുക്കേന്നും പോയി, എനിക്കും കാണുന്നില്ല. അങ്ങനെ അവരും തിരക്കി കിടക്കുക. ഇങ്ങനെ അവർ രണ്ടുപേരും കൂടെ പിന്നെ എല്ലാവരുടെ അങ്ങോട്ട് നടന്ന് കഷ്ടപ്പെട്ട് എല്ലാവരുടെ ഒന്നിച്ച് കൂടി എല്ലാവരും കണ്ട് അത് എല്ലാവരുടെ പോയിരുന്നങ്ങ് പ്രാർത്ഥനയും നിലവിളി തുടങ്ങി. ഇനി മരിച്ചു പോകുമെന്നുള്ളൊരു വെപ്രാളമായി. അങ്ങനെ ഭഗവാനെ കണ്ടേ പറ്റൂ, മരണത്തിലേക്ക് അകപ്പെടും, അതുപോലെ അങ്ങ് ജീവൻ പോകും. ആ നിലയിലെത്തിയപ്പോഴാണ് ഭഗവാൻ പ്രത്യക്ഷമായത്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവൻ പോകുമെന്ന് തോന്നുന്ന സമയത്ത് അത് ഭഗവാൻ അങ്ങനെയാണ്. അതിൻ്റെയാണ് ഞാനത് പറയുന്നത്. ഇതൊന്നും ഞാൻ നാമത്തിൽ എഴുതിയിട്ടില്ല. ഭഗവാനെ കണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ചോദിക്കുന്നത് ഭഗവാനെ കണ്ടോ ഇത്രയേ ഉള്ളൂ. അത് 2-3 വരി മാത്രം. പക്ഷെ ഇത് പാടുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അന്ന് ഈ പിള്ളേർ തിരക്കി നടന്നതാണ് ഇതെന്ന്. അതുകൊണ്ട് ഇത്രയും പറഞ്ഞുള്ളതേ ഉള്ളൂ. അങ്ങനെ രാധയെ നീ കണ്ടോ എന്നൊക്കെ നമുക്കത് ചൊല്ലാം. എനിക്ക് നല്ലപോലെ കാണാതെ നോക്കട്ടെ. കണ്ണനെ കാണാഞ്ഞലഞ്ഞു, കണ്ണനെ തേടി അലഞ്ഞു, കണ്ണനെ കണ്ടോ കണ്ടവരുണ്ടോ
കണ്ണനെ ആരാനും കണ്ടു, എൻ്റെ കണ്ണനെ ആരാനും കണ്ടു. കണ്ണനെ തേടി അലഞ്ഞു, എൻ്റെ കണ്ണനെ കാണാഞ്ഞലഞ്ഞു. കണ്ണനെ കണ്ടോ കണ്ടവരുണ്ടോ, കണ്ണനെ ആരാനും കണ്ടു, എൻ്റെ കണ്ണനെ ആരാനും കണ്ടു. കാട്ടുചെമ്പക പൂക്കളെ കണ്ണനെ കണ്ടോ, മാങ്കുയിലെ പൂങ്കുയിലെ കണ്ണനെ കണ്ടോ. ചില്ലിവല്ലരി പൂക്കളെ കണ്ണനെ കണ്ടോ, കരിവണ്ടിൻ തേൻകുയിലെ കണ്ണനെ കണ്ടോ. കാട്ടുചെമ്പക പൂക്കളെ കണ്ണനെ കണ്ടോ, മാങ്കുയിലെ പൂങ്കുയിലെ കണ്ണനെ കണ്ടോ. ചില്ലിവല്ലരി പൂക്കളെ കണ്ണനെ കണ്ടോ, കരിവണ്ടിൻ തേൻകുയിലെ കണ്ണനെ കണ്ടോ. കണ്ണൻ്റെ രാധേ ഗോപികമാരെ കണ്ണനെ ആരാനും കണ്ടു, എൻ്റെ കണ്ണനെ ആരാനും കണ്ടു. കണ്ണൻ്റെ രാധേ ഗോപികമാരെ കണ്ണനെ ആരാനും കണ്ടു, എൻ്റെ കണ്ണനെ ആരാനും കണ്ടു. കണ്ണനെ തേടി അലഞ്ഞു, എൻ്റെ കണ്ണനെ കാണാഞ്ഞലഞ്ഞു. കണ്ണനെ കണ്ടോ കണ്ടവരുണ്ടോ, കണ്ണനെ ആരാനും കണ്ടു, എൻ്റെ കണ്ണനെ ആരാനും കണ്ടു. കാട്ടുചെമ്പക പൂക്കളെ കണ്ണനെ കണ്ടോ, മാങ്കുയിലെ പൂങ്കുയിലെ കണ്ണനെ കണ്ടോ. ചില്ലിവല്ലരി പൂക്കളെ കണ്ണനെ കണ്ടോ, കരിവണ്ടിൻ തേൻകുയിലെ കണ്ണനെ കണ്ടോ. കണ്ണൻ്റെ രാധേ ഗോപികമാരെ കണ്ണനെ ആരാനും കണ്ടു, എൻ്റെ കണ്ണനെ ആരാനും കണ്ടു. കണ്ണനെ തേടി അലഞ്ഞു, എൻ്റെ കണ്ണനെ കാണാഞ്ഞലഞ്ഞു. കണ്ണനെ കണ്ടോ കണ്ടവരുണ്ടോ, കണ്ണനെ ആരാനും കണ്ടു, എൻ്റെ കണ്ണനെ ആരാനും കണ്ടു. എല്ലാവരും ഇങ്ങനെ തിരക്കണം. തിരക്കി അങ്ങ് അറ്റമാകുമ്പോൾ പ്രത്യക്ഷമാകുമ്പോൾ എന്നോട് പറയണം മക്കളെ. നിങ്ങൾക്ക് തിരക്കാൻ വേണ്ടിയുള്ള നാമമാണ്. എല്ലാവരും കണ്ണനെ കണ്ടോ, എനിക്ക് കണ്ടേ പറ്റൂ, എനിക്ക് അല്ലെങ്കിൽ മരിച്ചു പോകുന്നൊരവസ്ഥ വരെ എത്തണം. അപ്പോഴാണ് നമുക്ക് പ്രത്യക്ഷം. അങ്ങനെ ഏത് മക്കൾക്കാണ് അതങ്ങനെ ഭക്തി വർദ്ധിച്ച് അങ്ങനെ ആകുന്നത്. അപ്പോൾ പ്രത്യക്ഷം ആകുമ്പോൾ എന്നോട് പറയുക. അപ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് അപ്പോഴെഴുതാം. അതുകൊണ്ട് എല്ലാവരും ഭഗവാനെ തേടുക, അലഞ്ഞ് തേടി പിടിക്കുക. എനിക്കതല്ലേ പറയാൻ പറ്റൂ. കണ്ണൻ്റെ രാധയടുത്തൊക്കെ ചോദിച്ച് ഇച്ചിരി ഭഗവാന്റെ സ്നേഹം ഭക്തിയുള്ളൊരു സ്ത്രീയാണ് മുന്നോട്ട് പോയി പലയിടത്തും തിരക്കുമ്പോൾ രാധയെ കണ്ടു കിട്ടിയത്. അപ്പോൾ രാധയെ നീ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാനും കണ്ടില്ല, എൻ്റെ അടുക്കേന്നും കണ്ണൻ പോയി. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ മറ്റു ഗോപാസനെടുക്കല. അതുകൊണ്ട് കണ്ണൻ്റെ രാധേ ഗോപികമാരെ എന്ന് ഈ ചോദിച്ച ആ സ്ത്രീ രാധയടുത്തും ചോദിക്കുന്ന മറ്റ് ഗോപികമാരടുത്തും ചെന്ന് ചോദിക്കുക, നിങ്ങൾ കണ്ടോ എന്ന്. അങ്ങനെ ഓരോരുത്തരും നമ്മൾ എത്ര ഭക്തമക്കളുണ്ടോ അവരെല്ലാവരും തങ്ങളിൽ ചോദിക്കുക, അല്ലെങ്കിൽ മൃഗങ്ങളോട് ചോദിക്കുക. മൃഗത്തിൻ്റെയും രക്ഷകർത്താവാണല്ലോ കൃഷ്ണൻ, നാരായണൻ, പരമേശ്വരൻ. അപ്പോൾ എല്ലാവരോടും തിരക്കുക. വള്ളികളോടും ചെടികളോടും പൂക്കളോടും വണ്ടുകളോടും പിന്നെ തേനീച്ച എന്താണെന്ന് വെച്ചാൽ കണ്ണി കണ്ടവരൊക്കെ നമുക്ക് തിരക്കി നടന്നാലേ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കണം ഭഗവാനെ. എല്ലാവർക്കും ഭഗവാൻ ഉണ്ടല്ലോ, എല്ലാവരുടെയും രക്ഷകർത്താവാണല്ലോ, എല്ലാവർക്കും തുല്യമാണ്. പക്ഷേ നമുക്ക് പ്രത്യക്ഷമായി കാണണേ ഭഗവാനെ, എന്നെ ഒന്ന് പ്രത്യക്ഷമാകണേന്ന് നമ്മൾ ഉള്ളിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഇവരോടൊക്കെ കണ്ടുകൊണ്ടെന്ന് ചോദിക്കുന്നത്. നമ്മളങ്ങനെ തേടി അലയണം എന്നുള്ളത് അച്ഛനാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി ജദ്യൽ സകലം പരസ്മൈ നാരായണായേനിധി സമർപ്പയാമി. ഓം നാരായണായേനിധി സമർപ്പയാമി. ഓം നാരായണായേനിധി സമർപ്പയാമി.